എന്നെ ഒന്നും ചെയ്യല്ലേ വിടൂ എന്ന് അലറിക്കരയുന്ന ഒരു യുവതി. അവളുടെ നിസ്സഹായ നിലവിളി കേരളമാകെ മുഴങ്ങുകയാണ്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടത് പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അങ്ങനെയല്ലാത്ത സമൂഹമായി മാറുകയാണോ കേരളം? കോഴിക്കോട് മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഏറെ നടുക്കമുണ്ടാക്കുന്നു. പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒടുവിൽ ആ യുവതിക്ക് കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടേണ്ടി വന്നു. ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ ഹോട്ടൽ ജീവനക്കാരിയായ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു. യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് തൊട്ടു മുമ്പ് ഹോട്ടലുടമയും ജീവനക്കാരും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. താമസ സ്ഥലത്തേക്ക് പ്രതികൾ വരുമ്പോൾ യുവതി മൊബൈലിൽ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. ഈ സമയത്ത് സ്ക്രീൻ റെക്കോർഡായ വീഡിയോ ആണ് പീഡനശ്രമത്തിന്റെ ഡിജിറ്റൽ തെളിവായി മാറിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ പിന്നെ സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. മുക്കം കോഴിക്കോട് റോഡിൽ മാമ്പറ്റയിൽ പുതുതായി ആരംഭിച്ച സങ്കേതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയായ പയ്യന്നൂർ സ്വദേശിനിക്ക് നേരെയായിരുന്നു അതിക്രമം. ഇവരുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമയും ജീവനക്കാരും വരുമ്പോൾ യുവതി മൊബൈലിൽ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. ഈ സമയത്ത് സ്ക്രീൻ റെക്കോർഡായ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. യുവതി അലറി വിളിക്കുന്നതും തന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതും വീഡിയോയിലുണ്ട്. ഒച്ച ഉണ്ടാക്കരുതെന്ന് ഹോട്ടൽ ഉടമ പറയുന്നതും വ്യക്തമായി കേൾക്കാം. അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ പിന്നെ സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ നിന്നും യുവതി താഴേക്ക് ചാടുകയായിരുന്നു. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഹോട്ടൽ ഉടമ ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെയാണ് കേസ്. അതിക്രമിച്ചു കടക്കൽ, സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് വിശദീകരണം. അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ പിന്നെ സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. മറ്റ് 2 വനിതാ ജീവനക്കാർക്കൊപ്പമാണ് യുവതിയുടെ താമസമെങ്കിലും സംഭവ ദിവസം ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. 3 മാസം മുൻപാണ് യുവതി ഈ ഹോട്ടലിൽ ജോലിക്ക് കയറിയത്. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാകും മൊഴി രേഖപ്പെടുത്തുക. പലപ്പോഴായി പെൺകുട്ടിയെ ഹോട്ടൽ ഉടമ പ്രലോഭിപ്പിച്ചിരുന്നുവെന്നും കൂടുതൽ തെളിവുകൾ പക്കലുണ്ടെന്നും യുവതിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. സംഭവം നടന്ന് 4 ദിവസമാകുമ്പോഴും പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. പ്രണയിക്കുന്നതും പരസ്പരം വിവാഹം കഴിക്കുന്നതുമൊന്നും തെറ്റല്ല. പക്ഷേ പെൺകുട്ടികളുടെ പ്രണയം അംഗീകരിക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇന്നും പൊതുവെ വിമുഖതയാണ്. മറ്റൊരാളുമായി വിവാഹമുറപ്പിച്ചതിനെ തുടർന്നാണ് മലപ്പുറം മഞ്ചേരിയിൽ 19-കാരി ജീവനൊടുക്കിയത്. മഞ്ചേരി ആമിയൂർ സ്വദേശിനി ഷൈമ സിനിവറാണ് മരിച്ചത്. ഷൈമ മരിച്ചതറിഞ്ഞ് ആത്മഹത്യാശ്രമം നടത്തിയ ആൺസുഹൃത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂന്ന് വർഷം മുൻപാണ് ഷൈമ സിനിവറിന്റെ പിതാവ് ഷേർഷാ സിനിവർ മരിച്ചത്. അതിനുശേഷം ഷേർഷയുടെ അനുജനും കുടുംബാംഗങ്ങളുമാണ് ഷൈമയെ സംരക്ഷിച്ചിരുന്നത്.
+2 കഴിഞ്ഞ് PSC പരീക്ഷാ പരിശീലനം നടത്തി വരുന്നതിനിടെയാണ് ഷൈമയ്ക്ക് വിവാഹാലോചന വരുന്നതും അത് നിശ്ചയിക്കുന്നതും. അടുത്ത ദിവസം നിക്കാഹ് നടത്താനിരിക്കെയാണ് ഷൈമ സ്വയം ജീവനൊടുക്കിയത്. പിതൃസഹോദരന്റെ വീടിന്റെ ടെറസിൽ കമ്പിയിൽ ഷാളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വീടിന് സമീപത്തുള്ള 19-കാരനുമായി ഇഷ്ടത്തിലായിരുന്നു ഷൈമ. ഇയാളെ വിവാഹം കഴിക്കാനായിരുന്നു താല്പര്യം. മറ്റൊരാളുമായുള്ള വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. ഷൈമ മരിച്ചതറിഞ്ഞ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ആൺസുഹൃത്തിന്റെ നില മെച്ചപ്പെട്ടു. ഇയാളെ ഏറെ വൈകാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇയാൾക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായമെന്നതും സാമുദായികമായി അന്തരമുള്ളതുമാണ് ഇവരുടെ വിവാഹത്തിന് കുടുംബം എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണമെന്നാണ് സൂചന. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൈമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തുടർന്ന് കാരക്കുന്ന് വലിയ ജുമാ മസ്ജിദിൽ കബറടക്കി. ന്യൂസ് 18 മലപ്പുറം. മനുഷ്യത്വം മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് ദിനംപ്രതി ഉണ്ടാകുന്നത്. നിസ്സാര തർക്കങ്ങളുടെ പേരിൽ പോലും സ്വന്തം ബന്ധങ്ങൾ മറക്കുന്ന കാലം. കൊല്ലം ചവറയിൽ അടിയേറ്റ് രക്തം വാർന്ന് മണിക്കൂറുകളോളം റോഡിൽ കിടന്ന ഗൃഹനാഥൻ മരിച്ചു. നീണ്ടകര ശീലാന്തി ജംഗ്ഷൻ വിഷ്ണു നിവാസിൽ 58-കാരനായ ഹരികൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സ്വത്തുതർക്കമാണ് മർദ്ദനത്തിന്റെ കാരണമെന്നാണ് സൂചന. രാവിലെ 9:30-യോടെയാണ് വീടിന് സമീപത്തുള്ള റോഡിൽ രക്തം വാർന്ന് ഉറുമ്പരിച്ച നിലയിൽ ഹരികൃഷ്ണനെ കണ്ടെത്തിയത്. പോലീസ് എത്തിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. ഒരു പട്ടിയെ അടിച്ചാൽ ഇന്ന് കേസുണ്ട്, പക്ഷെ ഒരു മനുഷ്യനെ അടിച്ചാൽ തിരക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ. അത് കണ്ട് ഞങ്ങൾക്കത് വലിയ പ്രയാസം. കാരണം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചിക്ക് നടക്കാൻ പോലും വയ്യ, പിന്നെ സഹായിക്കാനും ആരുമില്ല, മക്കളില്ല, അങ്ങനൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ചേച്ചിക്ക് വേണ്ട സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം. ഇതൊരു കേസ് അത് ചെയ്ത ആരാന്ന് വെച്ചാൽ അവരെ ആ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം. അതാ വേണ്ടത്. കാരണം ഇനി ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഹരികൃഷ്ണന്റെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു ഇടതുകാൽ. സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന, SI M അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴികളും ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. വാളെടുക്കുന്നവൻ വാളാൽ എന്നൊരു ചൊല്ലുണ്ട്. ഇടുക്കിയിലെ കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവിന്റെ കാര്യത്തിൽ ഇതേതാണ്ട് ശരിയാണ്. നിരവധി കേസുകൾ പ്രതിയായ സാജനെ കൊന്ന് പായയിൽ പൊതിഞ്ഞ് മൂലമറ്റത്തിന് സമീപം തേക്കിൻകൂപ്പിലെ കാട്ടിൽ തള്ളുകയായിരുന്നു. ഈ കേസിൽ 8 പേർ പിടിയിലായി. പ്രതികൾ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് അരുംകൊലയുടെ ചുരുളഴിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിന്റെ മൃതദേഹം കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 8-അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. മൂലമറ്റം സ്വദേശികളായ ഷാരോൺ ബേബി, രാഹുൽ, മനോജ്, വിഷ്ണു രാജു, പ്രിൻസ്, അശ്വിൻ കണ്ണൻ, ഷിജു, രാഹുൽ ജയൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വാഗമൺ പോലീസ് പിടികൂടി കാഞ്ഞാർ പോലീസിനെ കൈമാറുകയായിരുന്നു. മൂലമറ്റത്ത് നിന്ന് വാഗമൺ വഴി കട്ടപ്പനയിലേക്ക് KSRTC ബസ്സിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. പ്രതികളെല്ലാം യുവാക്കളാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും സൂചനയുണ്ട്. കൊലയ്ക്ക് ശേഷം മൃതദേഹം മൂലമറ്റത്ത് കൊണ്ടുവന്നിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സാജനൊപ്പം മദ്യപിക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പ്രതികൾ നൽകിയ മൊഴി. അതേസമയം സാജൻ സാമുവലിനെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ നിർണായകമായത് ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ്. പ്രതികൾ സാജന്റെ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് അരുംകൊലയുടെ ചുരുളഴിച്ചത്. ഇവര് സാധനങ്ങൾ കയറ്റിയപ്പോൾ പുറകിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സംശയം തോന്നി. നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് കാട്ടുപന്നി ഇറച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
എന്നാൽ കയറ്റിക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. നമ്മളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് ചായ കുടിക്കാൻ കൊണ്ടുപോയി. നമ്മൾ ആ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഇത് വണ്ടി കയറ്റി വെച്ചത്. അതിനുശേഷം തിരിച്ച് മൂലാറ്റം റൂട്ടിലേക്ക് ഇവർ ആവശ്യപ്പെട്ട റൂട്ടിലേക്ക് നമ്മൾ ചെന്നു. മൂലാറ്റം ടൗൺ എത്തിയപ്പോൾ അവിടെ രണ്ടുപേരും ഇറങ്ങി. അതിനുശേഷം ബാക്കിയുള്ളവരെ ഇവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ വെട്ടത്തിൽ ഒരു മുടി പോലെ നമുക്ക് തോന്നുകയും ചെയ്തു, ചെറിയൊരു മുടി പോലെ. അപ്പോൾ അത് പന്നിയുടെ രോമമാണോ മുടിയാണോ എന്ന് നമുക്ക് വ്യക്തമായില്ല. അതിനുശേഷം നമ്മൾ നേരെ വന്നു. അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു. നേരെ വന്ന് വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ കയറി. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാര്യം വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോൾ പപ്പയാണ് പോലീസിൽ അറിയിച്ചത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. 2018 കോതമംഗലത്തെ ബാറിൽ ഉണ്ടായ അടിപിടിക്കൊടുവിൽ വലിയപാറ പാറപ്പുറത്ത് ബിനു ചാക്കോയെ കൊലപ്പെടുത്തിയ കേസിൽ സാജൻ പ്രതിയാണ്. നാട്ടുകാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയതിനും തോക്കുപയോഗിച്ച് വെടിയുതിർത്തതിനും സ്ത്രീകളെ അപമാനിച്ചതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇരട്ടക്കൊലയുടെ നടുക്കത്തിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഗ്രാമം. കേസിലെ പ്രതി ചെന്താമരയുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പും പോത്തുണ്ടിക്കാർക്ക് നടുക്കത്തിന്റെയും ഭയപ്പാടിന്റെയും നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഒരു കൂസലുമില്ലാതെ കൃത്യം പോലീസിനോട് വിശദീകരിച്ച ചെന്താമര തന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ രൂക്ഷമായി നോക്കുകയും വകവരുത്തുമെന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത്. ചെന്താമര കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിലടക്കം നാളെ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തെല്ലും കുറ്റബോധമില്ലാതെയാണ് സൈക്കോ ക്രിമിനൽ ചെന്താമര പോലീസിനോട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇരുപത്തിയേഴിന് വെട്ടുകത്തിയുമായി വീടിന് മുന്നിൽ കാത്തുനിന്ന് ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന സുധാകരനെ വെട്ടിവീഴ്ത്തി. സുധാകരനെ വെട്ടുന്നത് കണ്ട് നിലവിളിച്ചോടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തി. വെട്ടാൻ ഉപയോഗിച്ച കൊടുവാൾ വീട്ടിൽ ഉപേക്ഷിച്ചു. വീടിന്റെ പിൻവശത്തുകൂടി പാടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഫോണും സിമ്മും പാടത്തുപേക്ഷിച്ചു. കനാലിന്റെ ഉള്ളിൽ നിങ്ങൾ പോയോ? ഞാൻ പോയി, അപ്പുറത്ത് പോയി. എന്നിട്ടാണ് മല കയറിയത്. ആരും കാണില്ല. ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? ഓവിനുള്ളിൽ കൂടി പോയോ? ഇവിടുന്ന് ദൂരമുണ്ട്. അതായത് മേലെ കൂടെ അല്ലേ കനാലിൽ വെള്ളം പോയി കളിക്കുന്നത്, അടിയിൽ കൂടെ ഓവാണ്. അതിൽ വെള്ളമല്ലേ ഇപ്പോൾ വെള്ളം പോയ സമയത്ത് നീന്തിയിട്ടില്ല, വെള്ളാസനത്തില്ല. നാട് മുഴുവൻ ചെന്താമരയെ തിരയുമ്പോൾ കൊലപാതകം നടത്തിയ സ്ഥലത്തിന് സമീപത്ത് തന്നെ പ്രതി ഉണ്ടായിരുന്നു. സമീപത്തെ പാടത്തിലെ കനാലിലെ ഓടയിലൂടെ വൈകുന്നേരമാണ് പ്രതി കാടുകയറിയത്. അതിനിടെ ആനയുടെ മുന്നിൽ അകപ്പെട്ടു. ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ചെന്താമര ഗുഹയിലാണ് ഒളിച്ചിരുന്നത്. ഡ്രോൺ നിരീക്ഷണവും പോലീസ് തെരച്ചിലുമെല്ലാം പ്രതി ഇവിടെയിരുന്നും കൃത്യമായി നിരീക്ഷിച്ചു. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതിയുമായി പോലീസ് ബോയൻ കോളനിയിലെത്തിയത്. കൊലപാതകം നടന്ന സ്ഥലത്തും ആയുധം സൂക്ഷിച്ച വീട്ടിലും രക്ഷപ്പെട്ട വഴിയിലുമൊക്കെ ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് 400ഓളം പോലീസുകാരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. സമാധാനപരമായി നടന്ന തെളിവെടുപ്പ് അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയായി. സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാള് സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡന്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലം, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു, അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കം കൃത്യമായ എല്ലാ തെളിവും ശേഖരിച്ച് അന്വേഷണ സംഘം മുന്നോട്ടു പോകുമ്പോൾ ചെന്താമരപ്പേടിയിലായിരുന്ന ഈ നാടിന് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസമാണ്. ഇനിയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും പ്രതിക്ക് വധശിക്ഷയുൾപ്പെടെ ഉറപ്പാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ഐഷത്തുൽ ജംന, ന്യൂസ് 18.
തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെ മനോനില പരിശോധനകൾക്ക് വിധേയമാക്കി പോലീസ്. മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഡോക്ടർമാരുടെ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കിയായിരുന്നു പരിശോധന. ഹരികുമാറിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ തെളിവെടുപ്പ് വേഗത്തിലാക്കാനാണ് പോലീസിന്റെ നീക്കം. രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന്റെ അവസാന ശ്രമങ്ങൾ ഊർജിതം. കേസിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെ രാവിലെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ പോലീസ് ഹാജരാക്കി. തുടർന്ന് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. ഇതിനിടെ മാനസിക അസ്വാസ്ഥ്യമുണ്ടോ എന്നറിയാൻ പ്രതിയുമായി മജിസ്ട്രേറ്റ് സംസാരിച്ചു. പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യമില്ലെന്നാണ് കോടതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. പ്രതിക്ക് വൈദ്യസഹായം ആവശ്യമെന്ന പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച പ്രതിയുടെ മാനസിക നില ഡോക്ടർമാർ പരിശോധിച്ച് വിലയിരുത്തി. കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. പരിശോധനാ റിപ്പോർട്ട് പോലീസ് വരും ദിവസങ്ങളിൽ കോടതിക്ക് കൈമാറും. അതേസമയം കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കില്ല. ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീധുവിനെ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക. പ്രതി ഹരികുമാറിനെ സ്ഥലത്തെത്തിച്ച് വേഗത്തിൽ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ആത്മീയത ചിലർക്ക് തട്ടിപ്പിനുള്ള മറയാണ്. പുനലൂർ അഞ്ചലിൽ വിസ തട്ടിപ്പ് കേസിൽ പാസ്റ്റർ അറസ്റ്റിലായി. തിരുവല്ല പായിപ്പാട് സ്വദേശി പാസ്റ്റർ തോമസ് ജോണിനെയാണ് അറസ്റ്റ് ചെയ്തത്. UK-യിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി കോടികളാണ് ഇയാൾ തട്ടിയെടുത്തതെന്ന് പോലീസ് പറയുന്നു. അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം 3 പേരിൽ നിന്നായി 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. UK-യിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് തിരുവല്ല പായിപ്പാട് സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോൺ തട്ടിപ്പ് നടത്തിയിരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തോമസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 3 കോടി രൂപ വന്നിട്ടുണ്ട്. സംഘത്തിൽ 2 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഈ തോമസ് എന്ന് പറയുന്ന ആളും ഇയാളുടെ കൂടെ 2 പേരും കൂടിയുണ്ട്. അതൊരു ഹെൻറി കെ പൗലോസ്, അയാളാണ് മെയിൻ. അയാളുടെ കെയർ ഓഫിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇയാൾ. ഈ തോമസും ഇനി ഒരു ബേബി വർക്കി എന്ന് പറഞ്ഞ ഒരാളും കൂടി. ഇവർ 3 പേരും കൂടിയാണ് ഈ ജോലി വാഗ്ദാനം ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു 2-3 ഗഡുകളായിട്ട് പൈസ തട്ടിച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ പദവി ഉപയോഗിച്ചാണ് ഇയാൾ ആളുകളുടെ വിശ്വാസം നേടിയിരുന്നത്. 3 പേരുടെ പരാതികളിൽ പോലീസ് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അഞ്ചൽ പോലീസ് തോമസ് ജോണിനെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. അതിനിടെ ആത്മഹത്യ ചെയ്ത മിഹിർ മുഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിൽ സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിറക്കി. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നെന്നും അതുകൊണ്ടാണ് നേരത്തെ പഠിച്ച ജം സ്കൂളിൽ നിന്ന് മാറേണ്ടി വന്നതെന്നും ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ 2 സ്കൂളുകൾക്കും ഗുരുതര വീഴ്ചയെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന ആരോപണമാണ് ഗ്ലോബൽ സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, റാഗിംഗ് നടന്നതിന് തെളിവില്ല. മിഹിറിന്റെ മരണശേഷമാണ് റാഗിംഗ് ആരോപണം ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജനുവരി 15-ന് മിഹിറിന്റെ രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു.
മിഹിറിന്റെ രണ്ടാനച്ഛൻ സ്കൂളിലെത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉപദേശം നൽകി വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് അന്നേ ദിവസം സ്കൂളിൽ മിഹിർ സാധാരണ പോലെ പെരുമാറിയെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും സ്കൂൾ അധികൃതർ സൂചിപ്പിക്കുന്നു. ആ ദിവസം വീട്ടിലെത്തിയ ശേഷമാണ് മിഹിർ മരിച്ചത്. സ്കൂളിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, പകരം വീട്ടിലെ പ്രശ്നങ്ങളാണ് മിഹിറിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പരോക്ഷമായി വാർത്താക്കുറിപ്പിലൂടെ സ്കൂൾ അധികൃതർ പറയാൻ ശ്രമിക്കുന്നു. അതേസമയം ഇരു സ്കൂളുകൾക്കും ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. സ്കൂളുകളുടെ ഭാഗത്തുനിന്നും തുടർ നടപടി ഉണ്ടായില്ല. വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്ന് പരിശോധിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി. സംഭവത്തിൽ പോക്സോ നിലനിൽക്കുമോ എന്നും പരിശോധിക്കും. സഹപാഠികളുടെ സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ വിവരങ്ങളും PTA മീറ്റിംഗിന്റെ മിനിറ്റ്സും ഹാജരാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. CSR ഫണ്ടിന്റെ പേരിൽ ഇരുചക്രവാഹനമടക്കം പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പ് സംസ്ഥാനം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ്. കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ വിരിച്ച വലയിൽ സംസ്ഥാന വ്യാപകമായി നൂറുകണക്കിന് പേരാണ് കുടുങ്ങിയത്. ഈ തട്ടിപ്പിന് രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊച്ചി നഗരമധ്യത്തിലെ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ കോൺഗ്രസ് BJP നേതാക്കൾ സ്ഥിരമായി എത്തിയിരുന്നെന്ന് ഫ്ളാറ്റ് ജീവനക്കാർ പറയുന്നു. BJP നേതാവ് AN രാധാകൃഷ്ണൻ ഫ്ളാറ്റിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനിരിക്കെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. അറസ്റ്റിലായ പ്രതി അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത് BJP കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോടെയാണെന്ന ആരോപണം ശക്തമാണ്. ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. BJP നേതാവ് AN രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ വന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ ഇതിനകം പുറത്തുവന്നു കഴിഞ്ഞു. AN രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ പതിവായി വരാറുണ്ടായിരുന്നുവെന്ന് കെയർടേക്കർ വ്യക്തമാക്കുന്നു. സാറ് ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ട് വന്നു ഒരുപാട് തവണയായിട്ടെന്നല്ല, ഒരു ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകണം. അല്ലാണ്ട് ഇപ്പം എല്ലാ ദിവസവും വരുമോ അല്ലെങ്കിൽ ആഴ്ച വരുമോ അല്ല അങ്ങ് മാസത്തിൽ വരുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. തട്ടിപ്പിന്റെ തുടക്കത്തിൽ സ്കൂട്ടർ വിതരണ ചടങ്ങിൽ ഉദ്ഘാടകരായത് AN രാധാകൃഷ്ണനും ഹൈബീഡനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം സ്വന്തം ചിത്രമുള്ള പോസ്റ്ററുകളും അനന്തകൃഷ്ണൻ പ്രചരിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതാവും ഹൈക്കോടതി അഭിഭാഷകയുമായ ലാലി വിൻസെന്റും ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകരിൽ ഒരാളായിരുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് മാഡം വന്നു പോകാറുണ്ട്, ഇടയ്ക്ക് സാറിനെ കാണാനായിട്ട് വരാറുണ്ട്. ഇവർ രണ്ടുപേരുമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വണ്ടികളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ആഡംബര വണ്ടികളിലൊക്കെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷന് സമീപമുള്ള അശോക അപ്പാർട്ട്മെന്റിലെ 2 ഫ്ളാറ്റുകളാണ് തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തകൃഷ്ണൻ വാടകയ്ക്കെടുത്തിരുന്നത്. അനന്തകൃഷ്ണന്റെ 10ഓളം സ്റ്റാഫുകളും ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധനയ്ക്കായി ഫ്ളാറ്റിന്റെ താക്കോൽ എത്തിച്ചു നൽകിയത് ലാലി വിൻസെന്റിന്റെ ബന്ധുവായിരുന്നുവെന്നും സൂചനയുണ്ട്. പെരുമ്പാവൂർ കൂവപ്പടിയിൽ നടന്ന തട്ടിപ്പിൽ സൊസൈറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. റിമാൻഡിലുള്ള പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ മൂവാറ്റുപുഴ പോലീസും കോതമംഗലം പോലീസും അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം അനന്തകൃഷ്ണനെതിരെ കോതമംഗലം പോലീസും കേസെടുത്തു. 6 കോടിയിലധികം രൂപയാണ് കോതമംഗലത്തു നിന്നും പ്രതി തട്ടിയെടുത്തത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ന്യൂസ് 18 കൊച്ചി. 8 പേർ കൊല്ലപ്പെട്ട കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. കഴിഞ്ഞ ഏപ്രിലിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വീണ്ടും അന്വേഷണം നടത്തുന്നത്. പ്രതി ഡൊമിനിക് മാർട്ടിൻ 15 വർഷത്തോളം ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ചും കൊച്ചിയിലേക്ക് എത്തിയപ്പോഴും വിദേശത്തുള്ള നമ്പറുകളിൽ നിന്ന് കോളുകൾ വരികയും മാർട്ടിൻ തിരികെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെ നമ്പറാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇന്റർപോളിന്റെ സഹായം തേടുന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഏപ്രിലിലാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിനുശേഷമാണ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശത്തെ ബന്ധത്തെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കാനുള്ള തീരുമാനം.
പ്രതിയുടെ വിദേശബന്ധത്തെക്കുറിച്ച് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി അന്വേഷണം നടത്തുന്നതിന് അനുമതി ആവശ്യപ്പെട്ട് DGP ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. അനുമതി നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്റർപോളിന്റെ കേരളത്തിലെ ലയസൺ ഓഫീസറായ ക്രൈംബ്രാഞ്ച് AGക്ക് നിർദ്ദേശം നൽകി. ഡൊമിനിക് മാർട്ടിൻ ജോലി ചെയ്തിരുന്ന ഇടങ്ങളും താമസ സ്ഥലവും കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. ഇതിനിടയിൽ ഭീകരാക്രമണത്തിന് മറ്റാരുടെയെങ്കിലും പ്രേരണ ഉണ്ടായി എന്ന് കണ്ടെത്തിയാൽ അവരെ കൂടി പ്രതി ചേർക്കും. ആദ്യഘട്ടത്തിൽ പ്രതിയുടെ വിദേശബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും നിർണായക വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ വന്നത് മോഷണമടക്കം പല കുറ്റകൃത്യങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. കണ്ണൂർ ഇരിക്കൂറിൽ കാനറ ബാങ്ക് ATM നടന്ന കവർച്ചാശ്രമം ഇതിന് ഉദാഹരണമാണ്. പുലർച്ചെയാണ് ATM കൗണ്ടർ തകർത്ത് മോഷണത്തിന് ശ്രമം നടന്നത്. കൗണ്ടറിന്റെ ക്യാബിൻ പൊളിക്കുന്നതിനിടെ ഡൽഹിയിലെ ബാങ്ക് ആസ്ഥാനത്ത് നിന്ന് പോലീസിന് വിവരം കിട്ടി. ഉടനെ ഇരിക്കൂർ പോലീസ് സ്ഥലത്തെത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.